അസ്സലാമലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ രാവിൽ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസാഫത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കാനുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. ഈ സ്വലാത്ത് അതിനു മാത്രമല്ല, അതിനേക്കാളേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്വലാത്ത് കൂടെയാണ്. അതായത് ലൈലത്തുൽ ഖദ്ർ രാവിൽ മാത്രം ചൊല്ലി തീർക്കാൻ ഉള്ള സ്വലാത്തല്ല. സ്വലാത്ത് ജിബ്രീൽ എന്ന് പറയുന്നത് ആത്മാർത്ഥമായി നിയ്യത്ത് വെച്ചുകൊണ്ട് എല്ലാ ദിവസവും 11 തവണ ഫാത്തിഹ ഓതി 245 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലി ജിബ്രീൽ അലൈഹിസ്സലാമിന് ഹദിയ ചെയ്ത് ദുആ ചെയ്യുക. ദുആ ചെയ്താൽ നമുക്ക് ലൈലത്തുൽ ഖദ്ർ രാവിൽ അദ്ദേഹത്തിനെ നമുക്ക് മുസാഫത്ത് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്വലാത്ത് പതിവാക്കിയാലുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വിഷമം, വേദന, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആരെങ്കിലും തമ്മിൽ പിണക്കമുണ്ടെങ്കിൽ അത്, പേടി, ഭയം, ദേഷ്യം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇവകളെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അത്ഭുതകരമായ സ്വലാത്താണ്. സ്വലാത്ത് ജിബ്രീലാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന ജിബ്രീല സയ്യിദി അഹ്ലിസ് സമായി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന ജിബ്രീല അദദ തുറാബി വൽ മാഅ്. വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്വലാത്താണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്വലാത്താണ്. സ്വലാത്ത് ജിബ്രീൽ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അത്രയധികം പ്രാധാന്യമുള്ള, വളരെയധികം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സ്വലാത്താണ്. തീർച്ചയായിട്ടും ഈ സ്വലാത്തിനെ നിങ്ങൾ പതിവാക്കുക. അതുപോലെ ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്ത ആളുകളിലോട്ടുകൂടെയാണ്, അവർക്ക് വേണമെങ്കിൽ ഇതും കൂടി എഴുതിയെടുത്ത് ചൊല്ലാവുന്നതാണ്. ഇത് പതിവാക്കുവാനും ഇത് ചൊല്ലുവാനും ലൈലത്തുൽ ഖദ്ർ രാവിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമുക്ക് മുസാഫത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാല്ലാഹ് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ ഇൻഷാല്ലാഹ് അത് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ റമദാൻ പുണ്യമാസം എല്ലാവരും കരുതലോടെ നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ദിക്റുകൾ, ദുആകൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ ഓതുക. ഇതുപോലെ ഇൻഷാല്ലാഹ് ഇനിയും പുതിയ ഒരു അറിവുമായിട്ട് കാണാം. എല്ലാവരും ഇത് പതിവാക്കുക, മറക്കാതിരിക്കുക. ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും.